സിമ്പിൾ മെഷീൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. സിമ്പിൾ മെഷീൻസ് അതാണ് സാധനം. സ്പിഗ്മോ മാനോമീറ്റർ. എന്താ സാധനം ഈ പോകുന്ന സാധനം? മെർക്യൂറിയുടെ പ്രത്യേകത അറിയാമല്ലോ. ആ നല്ല സാധനമാണ് വിചാരിക്കും. ഇതൊരു മോട്ടറിൽ നിന്ന് പോകുന്ന, മോട്ടറിലേക്ക് വെള്ളം കയറിയിട്ട് വെള്ളം പുറത്തേക്ക് വിടുന്ന ഒരു കുഴലാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഇത് മോട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് പ്രഷർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഈ പെട്ടെന്ന് നമുക്ക് ഇത് തുറന്നു വിട്ടാൽ മതി, ഇറങ്ങി പോയിക്കോളും. അത് ഇവിടെ എവിടെ വെക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. കിട്ടുന്നുണ്ട്. മുകളിലോട്ട് വിട്ടെ, 80ക്ക് മേളിലോട്ട് വിട്. 140 വരെ പോട്ടെ. ലബ് സൗണ്ട് ഉണ്ടോ? ഏടോ ഭയങ്കര ശബ്ദം. അല്പം ചെരിഞ്ഞിരിക്കും. ഇത് തറയെ പോയത് കുറച്ചിട്ട് കയറ്റിയിടണം. മുകളിലോട്ട് കയറ്റി വയ്ക്കണം, കാര്യം ഇവിടെ സ്റ്റേസ്കോപ്പ് വയ്ക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഓരോന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വേദന കൂടുതലും തരും. ഓക്കെ, അപ്പോൾ ഇതിനുള്ളത് ഇതാണ് ഇതിൻ്റെ മെഷീൻ. ഇങ്ങനെ ഒരു സാധനമാണ്. കുത്തി ഒടിക്കളയാണ്. ഒടിക്കും. ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ മതി, വേറെ കൂടുതലൊന്നും വേണ്ട. തൊട്ടോ അവിടെ എത്തിയില്ലേ? ആ ഓക്കെ, മതി. ഇല്ല 2 1 2 89. ഓക്കെ, റാൻഡം 89. ആ അത് പിടിച്ചോളാം. ഈ അടപ്പിട്. ബ്ലാക്ക് അത് കറക്കിങ് എടുത്താൽ ഇത് കൈ ഞെക്കിയാൽ മതി. ഇതിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഇത് വിളിച്ചുകൊണ്ടിരിക്കുക. പുതിയ നീഡിലാണേ. നീഡിൽ കണ്ടോ? ഇത് നീഡിൽ. എങ്ങനെയാ ഇതിനകത്ത് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ അറിവ് പറ. പിസ്റ്റൺ ചൂടാവുമ്പോൾ അല്ല അവിടെ തൊട്ട് വാ. ഓയിൽ ഇട്ടിട്ട് കമ്പസ്റ്റൻ വരും. ദെൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. അതിൽ നിന്നും എനർജി. എന്ത് എനർജി? പ്രഷർ ഉണ്ടാവും. ഓക്കെ, ഉണ്ടോ? അത് കറങ്ങുന്നുണ്ടോ? ഈ പിസ്റ്റൺ ഇങ്ങനെ പോയപ്പോൾ ഈ സാധനം എങ്ങനെ കറങ്ങുന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ ഇവിടെ സ്പാർക്ക് ഉണ്ടാകുന്നു. ഇപ്പം ഞാൻ തൊട്ട സാധനം ഉണ്ടല്ലോ, ഇവിടെ കണ്ടോ? ഇവിടെയാണ് സ്പാർക്ക്. ഈ സ്പാർക്ക് ഉണ്ടാകുന്നു. സ്പാർക്ക് ഇവിടെ ഉണ്ടാകുന്നു. ഇതിലേക്കൂടെ ഇവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റിയതാണേ, കാണാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇവിടെ സ്പാർക്ക് ഉണ്ടാകുന്നു. ഇതിലേക്കൂടെ ഇത് സ്പ്രിങ്ങാണ്. ഇതിനേക്കൂടെ ഈ ചേംബറിൽ ഇവിടെ പെട്രോൾ വരും. ഇത് പുറത്ത് പോയിട്ട് എന്ത് പറ്റും? അത് നേരെ എന്ത് പറ്റും? സ്മോക്കായിട്ട് സൈലൻസറിൽ പോയിട്ട് പുറത്ത് പോവും. ഓക്കെ, അപ്പോൾ കാര്യം ഒന്ന് ക്ലിയറായി. ബേസ്, ട്രിബിൾ, ബാലൻസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ്. രണ്ടെണ്ണം ബാലൻസ് ചെയ്യാനുള്ള സാധനം. മൊബൈലിൽ നിന്നും ഒക്കെ കണക്ഷൻ വന്നിട്ട് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ മൈക്കെന്നേ ഉള്ളൂ. ഇതിനകത്ത് ബ്ലൂടൂത്തും കൂടെ ഉള്ള ഒരു സാധനമാണിത്. ചിലപ്പോൾ ആദ്യം ബ്ലൂടൂത്ത് എന്ന് പറയും. ഹലോ അത് കറണ്ട് വേണം.
എന്നിട്ട് ഇതാണ് പുതിയ കാലം. സാർ പ്ലീസ് നമുക്ക് ഇതെല്ലാം ഗിഫ്റ്റ് ചെയ്തു. ആളുകളെ ഫ്രീ കിട്ടും കേട്ടോ. ഇത് ഒരു സ്ഥലം എന്ന് പറഞ്ഞുതരാം ഞാൻ. ഈസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും പൈസ കൊടുക്കുമ്പോൾ. താങ്ക് യു. ആ ഫോർ എക്സാമ്പിൾ അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ ഏത് ലൈനിൻ്റെ കൂടെ കോയിൻസൈഡ് ആണ്? ഇറ്റ് ഈസ് 4.6. ഓടിച്ച് കാണിക്കുന്നതാണ്. റെഡി. 8 mm എന്ന് പറയുന്നത് ഇതാണ് 8 mm പ്രൊജക്ടറിൽ കാണിക്കുന്ന ഫിലിം. ഈ ഫിലിമിൻ്റെ പ്രത്യേകത ഇതിന് വീഡിയോ വന്നിട്ട് പോവാം നിർത്താം. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും നോക്കി ആ സൈഡിലെ ഗ്രൂ വേണ്ട. അത് ഈ ആ ബിറ്റ് മാറ്റുന്നതിനനുസരിച്ച് ആ ഡിസൈൻ ഈ സ്കെയിലോ ജോലി സിമ്പിളാക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് സാധാരണ എന്തിനു വേണ്ടിയുള്ളത്? ഇത് തൈര് ഉണ്ടാക്കാനല്ല. തൈര് ഉണ്ടാക്കുന്നത് പാലെടുത്ത് അല്പം തൈരും കൂടെ ഒഴിച്ചാൽ ബട്ടർ ഉണ്ടാക്കാനുള്ളത്. ബട്ടർ ഉണ്ടാക്കാനുള്ളത് ഇപ്പോഴാണെങ്കിൽ വളരെ എളുപ്പമാണ്. മിക്സിയിലിട്ട് അല്പം തണുപ്പിച്ചിട്ട് അടിച്ചു കൊടുത്താൽ വരും. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ പണിയായിരുന്നു. വീട്ടിൽ പശു ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മ ഇത് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കാലെടുത്ത് വെക്കും, ഈ ചാരി ഇരിക്കും, എന്നിട്ട് വലിക്കും. ഇപ്പം എന്താ ഗുണം? അത് കണ്ടോ? നമ്മൾ ഇങ്ങനെ ആക്കുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് വലിക്കുമ്പോൾ അടിയിൽ നിന്ന് എന്തായി ബട്ടർ തിരിഞ്ഞ് വരും.